നമസ്കാരം. i2i ചാനലിനെ പറ്റി പ്രത്യേകിച്ച് ഞാൻ ആ സംരംഭത്തോട് സഹകരിച്ചതിൻ്റെ പോരായ്മയെപ്പറ്റി പല ആളുകളും എന്നോട് പരാമർശിക്കുമ്പോൾ i2i ചാനൽ ഉപയോഗിക്കുന്ന ഭാഷ സഭ്യമല്ല എന്ന ഏക പരാതി മാത്രമാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഞാൻ എല്ലാവരോടും ചോദിച്ചിട്ടുള്ള കാര്യം, ഇപ്പോഴും ചോദിക്കുന്ന കാര്യം, i2i പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും സംഭവം, i2i ചിത്രീകരിച്ചിട്ടുള്ള, പരാമർശിച്ചിട്ടുള്ള, അവതരിപ്പിച്ചിട്ടുള്ള, ജനശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുള്ള ഏതെങ്കിലും സംഭവമോ ആരോപണമോ വസ്തുതാപരമല്ല, സത്യത്തിന് വിരുദ്ധമാണ് എന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമെങ്കിൽ ദയവായി എന്നെ അറിയിക്കുക. കാരണം ഒരു വിധത്തിലും അസത്യത്തെ പ്രചരിപ്പിക്കുന്നതിനോ ദുഷ്ടലാക്കോടുകൂടെ നടത്തുന്ന ജൽപ്പനങ്ങൾക്ക് മാന്യത നൽകുന്നതിനോ എനിക്ക് താല്പര്യമില്ല. എന്നാൽ നാളിതുവരെ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. അതായത് i2i വസ്തുതാവിരുദ്ധമായിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അതിനെപ്പറ്റിയുള്ള ഏക പരാതി അതിൻ്റെ പ്രധാന നടത്തിപ്പുകാരനായ, അതായത് ഏക നടത്തിപ്പുകാരനായ സുനിൽ മാത്യു എന്ന് പറയുന്ന വ്യക്തി ഉപയോഗിക്കുന്ന ഭാഷ സഭ്യമല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ എല്ലാവരോടും ചോദിച്ചിട്ടുള്ളൊരു കാര്യം, സഭ്യമായ കാര്യങ്ങളാണോ സഭയിൽ നടക്കുന്നത്? അല്ല. അപ്പോൾ ഞാൻ ചോദിക്കും, സഭ്യമല്ലാത്ത കാര്യങ്ങളെ പരാമർശിക്കുമ്പോൾ സഭ്യമായ ഭാഷ ഉപയോഗിക്കണമെന്ന് വല്ല നിയമമുണ്ടോ? എന്നാലും അത് ശരിയല്ല എന്നാണ് പറയുന്നത്. അതങ്ങനെ നിൽക്കട്ടെ. കഴിഞ്ഞ ദിവസം ഞാൻ ഇവരുമായി പങ്കിട്ട വീഡിയോ, അതായത് ഓർത്തഡോക്സ് സഭ മേധാവിയെ സ്ഥാനാരോഹണം ചെയ്ത സംബന്ധമായി വേഷഭൂഷാദികൾ പൊതുവായി എല്ലാവരുടെയും കണ്ണിൽപ്പെടുന്നത് പോലെ, കേരളത്തിലെ എല്ലാ ആളുകളുടെയും ശ്രദ്ധയിൽപ്പെടുന്നത് പോലെ അദ്ദേഹത്തെ വസ്ത്രമണിയിക്കുന്ന ആ ഒരു ചടങ്ങ്, അതിനെപ്പറ്റി ഒരു സാധാരണ വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഉണ്ടായ തോന്നൽ, അത് വേദപുസ്തകത്തിലെ സുവിശേഷത്തിലെ സംസ്കാരത്തെയും കാഴ്ചപ്പാടിനെയും ആശ്രയിച്ചുള്ള ഒരു നിലപാട് ഞാൻ രേഖപ്പെടുത്തിയപ്പോൾ, ഓർത്തഡോക്സ് സഭയിലെ ഒരു പുരോഹിതൻ, അദ്ദേഹം ജോൺ വർഗീസ്, 4118, ഈ 4118ൻ്റെ പ്രത്യേകമായ അർത്ഥം എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം ഫാദർ ജോൺ വർഗീസാണ്. അദ്ദേഹം ഏത് സഭയുടെ ചുമതലയാണ് ഇപ്പോൾ ഇരിക്കുന്നത്, അദ്ദേഹം എവിടെയാണ്, എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അദ്ദേഹം പുരോഹിതനാണ്. കാരണം പുരോഹിതൻ്റെ വസ്ത്രം ഇട്ടുകൊണ്ടാണ്, തലയിൽ തൊപ്പിയൊക്കെ വെച്ചാണ്, ഓർത്തഡോക്സ് സഭയിലെ പുരോഹിതന്മാർ വഹിക്കുന്ന തൊപ്പി വെച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പടം ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഇങ്ങനെയാണ്. അത് ഏറ്റവും സഭ്യമായ, എനിക്ക് ലഭിച്ചിട്ടുള്ള പ്രതികരണങ്ങളിൽ സഭ്യമായ ഒരു പ്രതികരണമാണ് ഞാൻ നിങ്ങൾക്കായി വായിച്ച് കേൾപ്പിക്കുന്നത്. പൂച്ചയ്ക്ക് പൊന്നുരുക്കുന്നിടത്ത് എന്താടോ കാര്യം? പൂച്ചയ്ക്ക് പൊന്നുരുക്കുന്നിടത്ത് എന്താടോ കാര്യം? ഈ തമ്പു എന്നാ കോമഡി പറയാൻ തുടങ്ങിയത്? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇത് സഭ്യമാണോ അല്ലയോ? ഇതും i2i CEO ആയ സുനിൽ മാത്യു ഉപയോഗിക്കുന്ന ഭാഷയും തമ്മിൽ എന്താണ് വ്യത്യാസം? അപ്പോൾ നമ്മുടെ ഇടയിൽ പിന്നെ ഒരു ഇത് ഒരച്ഛൻ്റെ പ്രതികരണമാണ്. ഇനി ഓർത്തഡോക്സ് സഭയിലെ ഒരു ഐമേനിയുടെ പ്രതികരണം കൂടെ ഒന്ന് പരിഗണിച്ചിട്ട് നമുക്ക് മുൻപോട്ട് പോകാം. ജോർജ് ജേക്കബ് എന്ന് പറയുന്ന ഒരു സഭാസ്നേഹി, ഓർത്തഡോക്സുകാരനാണ്, തീർച്ചയായും സംശയമില്ല. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, എനിക്കൊരു ഉപദേശമാണ്. കാർന്നോരെ, കുഴിയിലോട്ട് കാലും നീട്ടിയിരിക്കുകയല്ലേ, വല്ല പ്രാർത്ഥനയും ചൊല്ലിയിരിക്കാൻ നോക്ക്. വല്ലവരുടെയും ആസനത്തിലോട്ട് നോക്കിയിരിക്കാതെ സ്വന്തം സഭയെ നന്നാക്കാൻ നോക്ക്. ഈ ഭാഷയാണോ സുനിൽ മാത്യു ഉപയോഗിക്കുന്ന ഭാഷയാണോ കുറേ കൂടെ സഭ്യം? നിങ്ങളൊന്ന് പറഞ്ഞേ.
പക്ഷേ ഇങ്ങനെ പ്രതികരിക്കുമ്പോൾ ഒരു പുരോഹിതനാണെങ്കിലും അയ്മേനിയാണെങ്കിലും സഭയുടെ നാണക്കേട് മറയ്ക്കുന്നതിന് വേണ്ടി ഏത് അസഭ്യ ഭാഷയോ വിധത്തിലോ പ്രതികരിക്കുമ്പോൾ ആർക്കും അതിനെപ്പറ്റി പരാതിയില്ല. സഭയുടെ അഴുക്ക് ചാലുകൾ നല്ലതാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി സഭ്യമായ ഭാഷ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് ആരെങ്കിലും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വേണ്ട. ഓർത്തഡോക്സ് യാക്കോബ ദ്വന്ദ്വയുദ്ധത്തിൽ മെത്രാന്മാർ പരസ്പരം സംസാരിക്കുമ്പോൾ ഒരു സഭ്യമായ ഭാഷയാണ് സംസാരിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഈ രണ്ട് പക്ഷത്തുമുള്ള സാധാരണ അയ്മേനികൾ പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ അവർ സഭ്യമായ ഭാഷയിലാണോ സംസാരിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അസഭ്യമായ ഭാഷ ഉപയോഗിക്കുന്നത് ഏതെങ്കിലും വിധത്തിൽ കൊള്ളരുതാത്തൊരു കാര്യമാണെന്ന് ആരെങ്കിലും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പിന്നെ എന്തുകൊണ്ടാണ് എല്ലാ സഭകളുടെയും ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഈ അഴുക്ക് ചാലുകളെ പ്രതിപാദിച്ചുകൊണ്ട് i2 എന്ന് പറഞ്ഞ ചാനലിൽ സുനിൽ മാത്യു നടത്തുന്ന ഈ വെളിപ്പെടുത്തലുകൾ അത് സഭ്യമായ ഭാഷയിലല്ല എന്ന് പറഞ്ഞ് അതുകൊണ്ട് എല്ലാവരും അതിനെ വെറുക്കണം എന്ന നിലപാടെടുക്കുന്നത് എന്തുകൊണ്ടാണ്? അതിനകത്ത് ഇരട്ടത്താപ്പുണ്ടോ ഇല്ലയോ എന്ന് മാത്രമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഒന്നുകിൽ നാം സഭ്യമായ സംസാരത്തോടും ചിന്തയോടും വികാരത്തോടും ആത്മാർത്ഥമായി ബന്ധമുള്ളവരായിരിക്കണം, അത് താല്പര്യമുള്ളവരായിരിക്കണം. അല്ലെങ്കിൽ തോന്നുന്ന സമയത്ത് അസഭ്യമായ ഭാഷയെ ഉപയോഗിക്കാൻ എല്ലാവർക്കും അവകാശമുള്ളതെന്ന് സമ്മതിക്കണം. ഇത് ഞങ്ങൾക്ക് അസഭ്യമായി പെരുമാറാം, അസഭ്യമായി സംസാരിക്കാം, അസഭ്യമായ കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ ഒന്നാമത് ആരും അത് കണ്ടാലും കണ്ടെന്ന് നടിക്കരുത്. രണ്ട്, നീ കണ്ടെന്ന് നടിക്കണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ ഏറ്റവും സഭ്യമായ ഭാഷയിൽ. അതിൻ്റെ ഉദാഹരണമെടുത്ത് ഞാൻ പറയുന്നില്ല, കാരണം അത് എൻ്റെ നിലപാടിന് പറ്റിയതല്ല. ഉദാഹരണം പറഞ്ഞാൽ നാറിപ്പോകും, അതുകൊണ്ടാണ് ഞാൻ പറയാതിരിക്കുന്നത്. അറിയാൻ മേഞ്ഞിട്ടോ കഴിവില്ലാഞ്ഞിട്ടോ അല്ല. അസഭ്യമായ കാര്യത്തെ സഭ്യമായ ഭാഷയിൽ എങ്ങനെയാണ് അവതരിക്കേണ്ടതെന്നൊക്കെ ഞാൻ ഉദാഹരണത്തിൽ പറഞ്ഞ് കേൾപ്പിക്കാം. പക്ഷേ നമുക്കത് പറ്റിയ പണിയല്ല, അതുകൊണ്ട് ഞാനങ്ങ് വിടുകയാണ്. ഞാൻ പറഞ്ഞത് ഈ ഒരു ഇരട്ടത്താപ്പ് നാം മനസ്സിലാക്കണം. ആദ്യമായി സഭയുടെ ജീവിതത്തിൽ നടത്തുന്ന കാര്യങ്ങൾ, ഇത് വ്യക്തിപരമായ കാര്യത്തെപ്പറ്റിയല്ല ഞാനീ പറയുന്നത്, സഭയുടെ ഔദ്യോഗികമായ കാര്യത്തെപ്പറ്റിയാണ് പറയുന്നത്. ആ ചുമതല ഏറ്റെടുത്ത് നടത്തുന്നവർ സഭ്യമായി തന്നെ പെരുമാറണം, സഭ്യമായി സംസാരിക്കണം, യാതൊരു സംശയവുമില്ല. എന്നാൽ അവർ അസഭ്യമായ കാര്യങ്ങൾ ചെയ്യുകയും അസഭ്യമായി പെരുമാറുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ അതിനെ ആരും പരാമർശിക്കരുത്. അല്ല, പരാമർശിച്ചാൽ തന്നെ ഏറ്റവും സഭ്യമായ ഭാഷയിൽ മാത്രമേ ആകാവൂ എന്ന് പറയുവാൻ ആർക്കാണ് അവകാശമുള്ളത്? അങ്ങനെയുള്ള നിലപാടിനെ സാധൂകരിക്കുന്ന വിശ്വാസിയുടെ അവസ്ഥ എന്താണ്? ആൾതാമസമുണ്ടോ? നാം ആരെയാണ് സംരക്ഷിക്കുന്നത്? നിങ്ങൾ പഴയ നിയമത്തിൽ നോക്കുമ്പോൾ, വേണ്ട പുതിയ നിയമത്തിൽ പോലും സ്നാപക യോഹന്നാൻ പ്രവാചകൻ ഉപയോഗിക്കുന്ന ഒരു ശൈലിയുണ്ട്. അതിന് ഇംഗ്ലീഷിൽ ദ പ്രൊഫറ്റിക് സ്റ്റൈൽ, പ്രവാചക ശൈലി എന്നാണ് പറയുന്നത്. അതെപ്പോഴും മൂർച്ചയുള്ള ഉളി പോലെ ആയിരിക്കും, ചാട്ടുളി പോലെ ആയിരിക്കും. കാരണം എന്താണ്? ഇങ്ങനെ അസഭ്യമായി പ്രവർത്തിക്കുന്ന ആളുകളുടെ പ്രത്യേകത അവരുടെ ഹൃദയം കല്ല് പോലെയാണ് എന്നതുകൊണ്ടാണ്. ആ കല്ല് പോലെയുള്ള ഹൃദയത്തെ ഒന്ന് സ്പർശിക്കണമെങ്കിൽ ഉളി പോലെയുള്ള വാക്കുകൾ വേണം. അത് സാമാന്യ ബുദ്ധിയുള്ളവർ തിരിച്ചറിയുന്നതാണ്. ഏറ്റവും ആത്മീകമായ മൃദുലതയുള്ള ആളുകളോട്, സെൻസിറ്റിവിറ്റി ഉള്ള ആളുകളോട് ഇപ്രകാരം സംസാരിക്കേണ്ട ആവശ്യമില്ല. അവരങ്ങനെ സംസാരിക്കേണ്ട ആവശ്യം വരുത്തുന്നൊരു സാഹചര്യം സൃഷ്ടിക്കുകയുമില്ല. എന്നാൽ മനസാക്ഷി കല്ല് പോലെയാക്കി വെച്ചിരിക്കുന്ന ആളുകളാണ് 4 പേരുടെ മുമ്പിൽ പറയാൻ വയ്യാത്ത കാര്യങ്ങൾ കർത്താവിൻ്റെ പേരിൽ ചെയ്ത് അതിൽ അഭിമാനം കൊണ്ട് ഇങ്ങനെ ചേർത്ത് വീർത്തിരിക്കുന്നത്. അവർ ചെയ്ത കാര്യങ്ങളെപ്പറ്റി പറയുമ്പോൾ ഏറ്റവും മധുരമായി കണ്ണേ കരളേ എന്ന് പറഞ്ഞ് സംസാരിക്കണമെന്നാണ് ഈ പറയുന്നത്. അങ്ങനെയല്ല. നാം എന്തിനെ പരാമർശിക്കുന്നുവോ അതിൻ്റെ സ്വഭാവത്തെ ഏറ്റവും കൃത്യമായി
ജനങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിക്കത്തക്ക ഭാഷയാണ്, ശൈലിയാണ് ഉപയോഗിക്കേണ്ടത്. സാഹിത്യം അതാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. സ്റ്റൈലെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്, സെൻസ് ഓഫ് സ്റ്റൈൽ. നമ്മളിപ്പോൾ ഒരു അമ്മ മകനോടോ മകളോടോ കാണിക്കുന്ന സ്നേഹം അതിൻ്റെ വാത്സല്യത്തിൻ്റെ തേനൂറുന്ന വാക്കുകളിലല്ല, ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരൻ്റെ പ്രവൃത്തികളെപ്പറ്റി പരാമർശിക്കേണ്ടത്. അങ്ങനെ പരാമർശിച്ചാൽ അവന് പകുതിയില്ലാത്തവനാണ് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അതേസമയം തന്നെ വഴിവിട്ട് നടക്കുന്ന ഒരു രാഷ്ട്രീയക്കാരൻ്റെ കുതന്ത്രങ്ങളെ പരാമർശിക്കുന്ന വിധത്തിലല്ല ഒരപ്പൻ തൻ്റെ മകനോടോ മകളോടോ സംസാരിക്കേണ്ടത്. അപ്പോൾ നാം കൈകാര്യം ചെയ്യുന്ന വിഷയവും അതിലടങ്ങിയിരിക്കുന്ന വികാരവും അത് ചിത്രീകരിക്കാനാണ് നാം ഉപയോഗിക്കുന്ന ഭാഷയും തമ്മിലൊരു പൊരുത്തമുണ്ടാകണം. അതുകൊണ്ട് തന്നെ പരുഷമായ അനാശാസ്യമായ കാര്യങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്ന, അങ്ങനെ പ്രതിപാദിക്കുവാൻ ജനങ്ങളെ നിർബന്ധിക്കുന്ന സാഹചര്യങ്ങൾ, അവയെ പരാമർശിക്കുമ്പോൾ മൂർച്ചയായ വാക്കുകൾ ഉപയോഗിക്കുന്നത് തികച്ചും അനിവാര്യമാണ്. അങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നത്, അങ്ങനെ ആ അനാശാസ്യമായ പ്രവൃത്തികൾ ചെയ്ത് അതിൻ്റെ ഗുണഫലം കൊയ്തുകൊണ്ടേയിരിക്കുന്ന ആളുകൾക്ക് അവരുടെ ഈ കൊയ്ത്ത് നിലനിർത്തിക്കൊണ്ടു പോകാനുള്ള തന്ത്രത്തിൻ്റെ ഭാഗം മാത്രമാണ്. ഈ അനാശാസ്യമായ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ കണ്ടില്ലെന്ന് നടിക്കുകയോ അതിനെ ഏറ്റവും മൃദുലമായി പരാമർശിക്കുകയോ ചെയ്യുന്നതിൻ്റെ ഗുണഫലം ആർക്കാണ് കിട്ടുന്നത്? ഈ വേണ്ടാതീനം കാണിക്കുന്നവർക്കാണ്. ജനങ്ങളെ ഈ മൊണ്ണകളാക്കുന്ന ആളുകൾക്കാണ് അതിൻ്റെ ഗുണഫലം കിട്ടുന്നത്. അവരവരുടെ വരുമാന സംരക്ഷണത്തിനും അവരുടെ കസേര സംരക്ഷണത്തിനും വേണ്ടി പറയുന്ന കുതന്ത്രമാണിത്. അതുപോലെ വിഴുങ്ങിയിട്ട് വിശ്വാസികളെന്ന് പറയുന്ന ആളുകൾ അത് ഏറ്റുപാടുന്നത് കാണുമ്പോൾ അല്പം ദുഃഖമുണ്ട്, നിരാശയുണ്ട്. അതേസമയം തന്നെ ഞാൻ എല്ലാവരോടും പറയട്ടെ, നാം ഉപയോഗിക്കുന്ന ഭാഷ ഏറ്റവും പരിശുദ്ധമായിരിക്കണം, ഏറ്റവും മാന്യതയുള്ളതായിരിക്കണം എന്ന് മാത്രമല്ല കാവ്യാത്മകമായിരിക്കണം. നമ്മുടെ സ്വരം പോലും മനുഷ്യ മാഹാത്മ്യത്തിൻ്റെ രുചി വിളമ്പുന്നതായിരിക്കണം. അതിന് ഞാനത് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്ന വ്യക്തിയാണ്. ഞാൻ ഭാഷ കൈകാര്യം ചെയ്യുന്നത് വളരെ ഭയഭക്തിയോടുകൂടെ തന്നെയാണ്. ഞാൻ ഓരോ വാക്കും കാണുന്നത് അത്ഭുതത്തിൻ്റെ കണ്ണുകളിൽ കൂടെയാണ്. ആശയവിനിമയം ചെയ്യാനുള്ള കഴിവ് മനുഷ്യന് ദൈവം നൽകിയെന്നത് മനുഷ്യരാശിയോട് ദൈവം കാണിച്ച ഏറ്റവും വലിയ കരുണയും ഔദാര്യവുമാണ് എന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. എന്നാൽ അതേസമയം തന്നെ ചില ആളുകൾക്ക് മാത്രം ചില കാര്യങ്ങൾ ബാധകവും മറ്റുള്ളവർക്കത് ബാധകമല്ല എന്ന് പറയുന്ന ഇരട്ടത്താപ്പിനോട് യോജിക്കാൻ പ്രയാസമാണ്. ഞാൻ പറയുന്നത്, യേശുവിനെ വിശ്വസിക്കുകയും പിന്തുടരുകയും ചെയ്യുന്ന ഓരോ വ്യക്തിയും അവൻ്റെ ഉള്ളിലെ പരിശുദ്ധിയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് സൗന്ദര്യം എന്നുള്ളത്. സൗന്ദര്യമുള്ള പരിശുദ്ധിയാണ് നാം യേശുവിൽ കണ്ടെത്തിയത്. ആ സൗന്ദര്യമുള്ള പരിശുദ്ധി കാണുമ്പോഴാണ് അശുദ്ധാത്മാക്കൾ നിലോളിച്ചുകൊണ്ട് ഓടിപ്പോകുന്നത്. നീ ഞങ്ങളെ പീഡിപ്പിക്കാൻ ഇവിടെയും വന്നു എന്ന് പറഞ്ഞുകൊണ്ട് അലറിക്കൊണ്ട് പോകുന്ന സൗന്ദര്യമുള്ള പരിശുദ്ധി കൊണ്ടാണ്. എവിടെ പരിശുദ്ധിയുണ്ടോ അവിടെ സൗന്ദര്യമുണ്ടോ, എവിടെ സൗന്ദര്യമുണ്ടോ അവിടെ പക്ഷേ സംസ്കാരം വരച്ച് കാട്ടുന്ന സൗന്ദര്യത്തെ പറ്റിയല്ല ഞാനീ പറയുന്നത്, ആത്മീയമായ സൗന്ദര്യം. ആ ആത്മീയമായ സൗന്ദര്യം നമ്മുടെ ഭാഷാ രീതിയിൽ നാം ഉപയോഗിക്കുന്ന ഓരോ വാക്കിലും, നമ്മുടെ മൗനത്തിൽ പോലും അത് വ്യക്തമാണ്. പക്ഷേ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, അതിനോട് താല്പര്യമുള്ള എത്ര പേരുണ്ട്? അപ്പോൾ സഭ്യമായ ഭാഷയിൽ മാത്രം ഞാൻ ആശയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ എനിക്ക് അടിക്കടി കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രതികരണം എന്താണ്? തൻ്റെ വീഡിയോ കണ്ടാൽ ഞങ്ങൾക്ക് ഉറക്കം വരും. എന്നാൽ അതേസമയം തന്നെ അസഭ്യമായ ഭാഷയിൽ ഞാൻ വലിച്ചു കീറിയാൽ, തള്ളിമറിച്ചാൽ ആർക്കും ഉറക്കം വരികയില്ല. എല്ലാവരും വളരെ സന്തോഷത്തോടെ കാതോർത്ത് നിൽക്കും. എനിക്ക് വളരെയധികം ഫോളോവേഴ്സ് ഉണ്ടാകും. നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ, നാം വസിക്കുന്ന ഈ സമൂഹത്തിൽ, നാം അനുദിനം ഭക്ഷിക്കുന്ന ഈ സംസ്കാരത്തിൽ എവിടെയാണ് സഭ്യമായ ഭാഷ ഉപയോഗിക്കുന്നത്? നിങ്ങൾ മാധ്യമത്തിൽ നടത്തുന്ന ഈ പ്രൈം ചാനൽ ഡിസ്കഷൻസ് ശ്രദ്ധിക്കുന്നുണ്ടോ? ഞാനത് കാണുമായിരുന്നു, ഉപേക്ഷിച്ച് കളഞ്ഞു. കാരണം അതിൽ പ്രകടിപ്പിക്കപ്പെടുന്ന വികാരങ്ങൾ വളരെ പൈശാചികമാണ്. ദുർഗന്ധം ഉപയോഗിക്കുന്ന ഭാഷകൾ
അത് അക്രമാസക്തമാണ്. ഒരു സുബോധമുള്ള ഒരു വ്യക്തിക്കും 5 മിനിറ്റ് കണ്ടിരിക്കാൻ കൊള്ളാവുന്ന പരിപാടിയല്ലിത്. പക്ഷെ അതിനെപ്പറ്റി ഏറ്റവും താല്പര്യത്തോടുകൂടെ കാത്തിരിക്കുന്നവരല്ലേ മലയാളികൾ. ആ കഞ്ചാവ് ദിവസവും കഴിച്ചില്ലെങ്കിൽ ഉറക്കം വരാത്തവരല്ലേ നമ്മൾ. പിന്നെ എന്താണ് ഈ സഭയിൽ കൂടെ ഒഴുക്കുന്ന അഴുക്കുചാലുകൾ, അതിൽ ദുർഗന്ധമുണ്ടെന്ന് പറയുന്ന ഭാഷ മാത്രം സഭ്യമാണ് നമ്മൾ പറയുന്നത്. സഭ്യമായ ഭാഷ ഉപയോഗിക്കരുതെന്നല്ല ഞാൻ ഈ പറയുന്നത്. എല്ലാം സഭ്യമായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ അങ്ങനെ അല്ലാത്തൊരു സാഹചര്യത്തിൽ, അതുകൊണ്ട് ജനലക്ഷങ്ങൾക്ക് വലിയ കെടുതി ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ രോദനം പ്രകടിപ്പിക്കാൻ മറ്റൊരു മാധ്യമവും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ആ കുറവ് പരിഹരിക്കുന്നതിന് വേണ്ടി സ്വയം ഉടലെടുത്ത ഒരു മാധ്യമമായ i2i ചാനൽ, അത് സഭ്യമായ ഭാഷ മാത്രമേ ഉപയോഗിക്കാവൂ. സഭ്യമായ ഭാഷ ഉപയോഗിക്കാത്തത് കൊണ്ട് ഞങ്ങളതിനെ വെറുക്കും, അല്ലെങ്കിൽ താങ്കളതുമായി സഹകരിച്ച ഒരു ചരിത്രമുണ്ട്, അതുകൊണ്ട് താനും അപ്രകാരമാണ് എന്ന് പറയുന്നതിൽ ഞാൻ i2iയോട് സഹകരിച്ചതിനെപ്പറ്റി എനിക്ക് ഒരു വിധത്തിലും ഒരു നിരാശയില്ല. ഞാനതിനെ മാപ്പ് പറയുന്നില്ല. എനിക്കതിനെപ്പറ്റി അഭിമാനം തന്നെയാണുള്ളത്. പക്ഷേ ഇപ്പോൾ അതിന് എൻ്റെ സഹായം ആവശ്യമില്ലാത്തത് കൊണ്ട് ഞാൻ ഒരു ചെറിയ മാധ്യമം എൻ്റേതായി സൃഷ്ടിച്ച് ഈ ശുശ്രൂഷ നടത്തുന്നു. എപ്പോഴെങ്കിലും എൻ്റെ സഹകരണം ആവശ്യമുണ്ട് എന്ന് i2iക്ക് തോന്നിയാൽ ഞാൻ അതിനോട് സഹകരിക്കും. പക്ഷേ എൻ്റേതായ വിധത്തിൽ മാത്രം സഹകരിക്കും. അങ്ങനെ മാത്രമാണ് മുൻപും സഹകരിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ദയവായി ഈ ഒരു തെറ്റ് തിരുത്തണം. ഞാൻ വളരെ സ്നേഹിക്കുന്ന എൻ്റെ ഒരു ബന്ധു തന്നെ ഇപ്പോൾ എന്നോട് സംസാരിക്കാറില്ല. കാരണം ഞാൻ i2iയോട് സഹകരിച്ചു എന്ന ഒറ്റ കാരണത്താൽ എന്നെ അധമനായി എഴുതി തള്ളിയിരിക്കുകയാണ്. പ്രയാസമില്ല. എന്നാൽ സ്നാപക യോഹന്നാനെ പോലെ ഒരുത്തൻ വന്ന് നമ്മുടെ സഭയിലെ നേതാക്കന്മാരെയൊക്കെ വിളിച്ചിരുത്തി മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് കാണുന്ന പോലെ, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ നിങ്ങളെ ഉപദേശിച്ചത് ആരാണ്? ഇപ്പോൾ തന്നെ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കോടാലി വച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെ വെട്ടി തീയിലിട്ട് ചുട്ടുകളയും എന്ന് പറഞ്ഞാൽ നമ്മുടെ തിരുമേനിമാരുടെയൊക്കെ പ്രതികരണം എന്തായിരിക്കും? സ്നാപക യോഹന്നാൻ ഇത് പറയുന്നത് അന്നത്തെ തിരുമേനിമാരോടാണ്, പരീശന്മാരോടും ശാസ്ത്രിമാരുമാണ് അവരോടുമാണ് ഇത് പറയുന്നതെന്ന് അവിടെ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അത് സഭ്യമായ ഭാഷയാണോ അല്ലയോ? കേൾക്കാൻ സുഖമുള്ളതാണോ അല്ലയോ? സർപ്പസന്തതികളെ. വാസ്തവത്തിൽ i2i അതൊന്നും പറയുന്നില്ല. സ്നാപക യോഹന്നാൻ്റെ സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുമ്പോൾ i2i പോരാ എന്നാണ് അതിൻ്റെ യാഥാർത്ഥ്യം. പക്ഷേ ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നവർ, അവർക്ക് തട്ടുകേട് വരും എന്നതുകൊണ്ട് മാത്രമാണ് ആളുകളെ ഇങ്ങനെ ധരിപ്പിച്ചു വച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ സാമാന്യ ബുദ്ധിയുള്ളവർ പറയേണ്ടത്, മെത്രാച്ചോ ഈ അനാശാസ്യമായ പരിപാടി അങ്ങ് നിർത്ത്, അപ്പോൾ i2iയും കുറച്ചുകൂടി സഭ്യമായി സംസാരിക്കുമെന്ന് പറഞ്ഞാൽ കാര്യം തീരാനുള്ളതേ ഉള്ളൂ. പക്ഷെ അതില്ല. കാരണം എന്താണ്? ഈ അനാശാസ്യമായും അസഭ്യമായ പ്രവർത്തനത്തിൽ കൂടെ മാത്രമാണ് ഈ ലൗകികമായ സുഖഭോഗങ്ങൾ നിസ്സീമമായി ആസ്വദിപ്പാനുള്ള കഴിവ് അവർക്കുള്ളത്. മാമോനെ സേവിപ്പാനും അവൻ്റെ പ്രത്യേകമായ അനുഗ്രഹം ഇങ്ങനെ കോടിക്കണക്കിന് വെച്ച് അതിൻ്റെ കുന്നിൻ്റെ മുകളിൽ കയറി ഇരുന്ന് മറ്റുള്ളവരെ പല്ലിളിക്കാനുമുള്ള ഈ ഒരു സാഹചര്യം അവർ നേടിയെടുക്കുന്നത് ഈ അനാശാസ്യമായ വഴിയിൽ കൂടെ മാത്രം സഞ്ചരിച്ചിട്ടാണ്. എന്നാൽ അത് പറഞ്ഞുകൂടാ, അത് കണ്ടെന്ന് നടിച്ചുകൂടാ. അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ തേനൂറുന്ന ഭാഷയിൽ സംസാരിക്കണമെന്ന് പറയുന്നവർ, അത് മനുഷ്യനെ കുരങ്ങ് കളിപ്പിക്കുന്ന പരിപാടിയാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവരും കുറച്ചുകൂടെ വസ്തുനിഷ്ഠമായി ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ചാൽ ഒരു പക്ഷേ നമ്മുടെ ഇടയിൽ നല്ലതായ ഒരു മാറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷയുള്ളതുകൊണ്ട് മാത്രം ഞാനിത് പറയുകയാണ്. അങ്ങനെ ഉണ്ടാകട്ടെ എന്ന ആശംസയോടെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.